ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിഷാരടി ശ്വേതാ മേനോൻ ഓഡിയോ ലീക്ക് ആയതിനെ പറ്റി ബ്രോഡ് അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് കുറേ കമൻസ് വന്നു, കുറേ മെസ്സേജ് വന്നു. സോ നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഡിസ്ക്ലൈമർ പറയാനുണ്ട്. ഇത് ഒരു PR വീഡിയോ അല്ല, ആരെയും വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് വന്നിരുന്ന് പറയുന്നത്. എൻ്റെ ഓഡിയൻസിന് മനസ്സിലാവും. പക്ഷെ പുറത്തുനിന്ന് ഈ ഒരു സാധനം നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, അതിനെതിരെ ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ എതിർക്കും എന്ന് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഈ ഒരു വീഡിയോ കാണാൻ കുറെ ആളുകൾ വരുമെന്നും അവർ ഇതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഇടുമെന്നും എനിക്ക് നല്ല രീതിയിൽ അറിയാം. സോ അങ്ങനെയുള്ള കമന്റ് ഈ വീഡിയോ അടിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ചില ആളുകൾ ഇതിൻ്റെ അടിയിൽ വന്ന് കാട്ടിക്കൂട്ടുന്നതാണ് എന്ന് എൻ്റെ ഓഡിയൻസ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അമ്മയുടെ വിഷയങ്ങൾ മാമിയുടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അഡ്ഹോക് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് പിഷാരടിയാണ്. അതിന്റെ ഭാഗമായിട്ട് പിഷാരടി നമ്മുടെ ശ്വേതാ മേനോൻ, മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനെ, മുൻ പ്രസിഡന്റ് അല്ല, ഇപ്പോഴും ഒരു പ്രസിഡന്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നു, പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൺ ഡയലോഗ് അടിച്ച് പോയിട്ട് ഇപ്പൊ വന്നിട്ട് പറയുന്നു ഞാൻ രാജിവെക്കുന്നില്ല എന്ന്. ഇവരിത് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് കോമഡി തോന്നിയത് എന്താണെന്നറിയോ, ഈ ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ ഓടിച്ചാടി അങ്ങ് രാജിവെച്ചായിരുന്നു അമ്മയിൽ നിന്ന്. അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇവരിപ്പോ പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ലെന്ന്. മല്ലിക സുകുമാരൻ കൊള്ളപ്പോ ഇരിക്കുമായിരിക്കും. വോട്ടെവർ, നമുക്ക് സബ്ജക്റ്റിലോട്ട് വരാം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പിഷാരടി ശ്വേതാ മേനോനെ വിളിക്കുന്നു. എന്നിട്ട് 40 മിനിറ്റുള്ള ഒരു കോൾ റെക്കോർഡ് പുറത്തു വരുന്നു. അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പിഷാരടിയുടെ ഒരു ഡബിൾ മീനിങ് ജോക്ക് ശ്വേതാ മേനോന്റെ അടുത്ത് പറയുന്നു. ശ്വേതാ മേനോൻ ആ ജോക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ശ്വേതാ മേനോൻ ഒരു ഇറിറ്റേറ്റഡ് ആയ പോലെ തരത്തിലുള്ള ഒരു മറുപടി തിരിച്ചു കൊടുക്കുന്നു. ഈ ഓഡിയോ എന്താണെങ്കിലും പിഷാരടി അല്ല പുറത്തു വിട്ടത്, ശ്വേതാ മേനോന്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും ആ ഒരു ഡബിൾ മീനിങ് ജോക്ക്, ഇപ്പൊ എല്ലാവരും പറയുന്നത് പിഷാരടി അല്ല കാമപിശാശാണ് ആണല്ലോ. പാലക്കാടുകാർക്ക് തെറ്റിയില്ല, മാങ്കൂട്ടമായിട്ടാണ് പിഷാരടിയെ കമ്പയർ ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരും ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ ഒരു വോയിസ് ഞാനൊന്ന് വെക്കാം. ഞാൻ ഈ വോയിസ് വെച്ചതിന് ശേഷം പറയാനുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പോകാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ കമന്റ് ഇടാവുള്ളൂ. ഓക്കെ, വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ. അപ്പം വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു. ഹസ്ബൻഡ് വരുമെന്ന് പറയുന്നു. അപ്പം പിഷാരടിയുടെ ഒരു നീട്ടിയുള്ള ചിരി, ആ ചിരിയാണ് ഭയങ്കര വിയേഡായിട്ട് പലർക്കും തോന്നിയിട്ടുള്ളത്. അന്നേരം മറ്റേ പരിപാടി പറ്റിയാണ് പിഷാരടി അവിടെ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നു ഹസ്ബൻഡ് ഒന്ന് പോട്ടെ, പരിപാടി നമുക്ക് ശരിയാക്കാം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്ന സമയത്ത് ശ്വേതാ മേനോനും അതിനെ നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. പിഷാരടി ഇത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വ്യക്തിയെടുത്താണ് ഇത് പോയി പറയുന്നതെങ്കിൽ അത് കന്നന്തിരിവാണ്, തോന്നിവാസമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്. അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശ്വേതാ മേനോനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള ഡബിൾ മീനിങ് ജോക്കൊക്കെയാണ്. ശ്വേതാ മേനോനകത്ത് പറയുന്നത് ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, അല്ലാതെ ഇതുപോലത്തെ ഡബിൾ മീനിങ് സാധനമൊന്നും എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് പറയാം, അത് അറിയുന്ന കാര്യമാണോ ഇല്ലയോ എന്നൊക്കെ. നമ്മൾ TV യിൽ കണ്ടിട്ടുള്ള ശ്വേതാ മേനോൻ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്ന, കൈയടിച്ച് ചിരിച്ചുല്ലസിക്കുന്ന വ്യക്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നിയത് ശ്വേതാ മേനോൻ ഒരു നല്ല മൂഡിലായിരുന്നില്ല, അവർക്ക് ആ കാര്യം മനസ്സിലായില്ല. പിഷാരടി പറഞ്ഞ ഈ ഒരു സാധനം അവർക്ക് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ, അവരൊരു വേറെ ജോളി മൂഡിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് തിരിച്ച് കൗണ്ടർ ശ്വേതാ മേനോന്റെ ഭാഗത്ത് നിന്ന് വന്നതിന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. പിഷാരടി ആൻഡ് ശ്വേതാ മേനോൻ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇരിപ്പുവശം എങ്ങനെയാണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ ഒന്ന് രണ്ട് സിനാരിയോസ് ഞാൻ കാണിച്ചു തരാം. പിഷാരടി ഇലക്ഷന് ജയിച്ച സമയത്ത് ശ്വേതാ മേനോൻ ഇട്ട പോസ്റ്റ്
പോസ്റ്റാണത്. കൺഗ്രാജുലേഷൻ പിഷു എന്നും പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുന്ന പോസ്റ്റ്, പിഷാരടിക്ക് ഉമ്മ കൊടുക്കുന്നത് പിഷു എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് തന്നെ ഉണ്ട് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയുള്ളതാണെന്ന്. ബന്ധം എന്ന് പറയുന്നത് വേറെ രീതിയിൽ നിങ്ങൾ ആക്കിയേ വേണ്ട. ഓക്കെ, ഇതും പോരെങ്കിൽ മഴവിൽ മനോരമയിൽ കിടിലം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് ജഡ്ജായിട്ട് വന്നിരുന്ന വ്യക്തിയായിരുന്നു ശ്വേതാ മേനോൻ, പിഷാരടി ആൻഡ് പൂർണിമ ഇന്ദ്രജിത്ത്. അതിനകത്ത് ചെറിയ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന സമയത്ത് തിരിപ്പേച്ചിട്ട് പല്ല് വെച്ചിട്ട് വാ. ഇല്ല വേണ്ട വേണ്ട വേണ്ട. പിഷാരടി അവിടെ ഒരു കൗണ്ടർ അടിച്ച സമയത്ത് പിഷാരടി ഉമ്മ വെക്കാൻ പോകുന്ന ശ്വേതാ മേനോനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിഷാരടിയെ ബലമായി പിടിച്ച് ഉമ്മ വെക്കാൻ പോകുന്ന ശ്വേതാ മേനോനെയാണ് നിങ്ങൾ കാണുന്നത്. വേണ്ട അരുത് മാ നിഷാദ. കണ്ടല്ലോ, കൺകുളിർക്കെ കണ്ടല്ലോ. ഇത് കഴിഞ്ഞ് പിഷാരടി ഒരു ഡയലോഗും കൂടെ അടിക്കുന്നുണ്ട്. അത് ഡബിൾ മീനിങ് ആണോ ട്രിപ്പിൾ മീനിങ് ആണോ നിങ്ങൾ തന്നെ പറ. ഞാൻ ഭാഗ്യം പേസ്റ്റിനെ പറ്റി പറഞ്ഞു, ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അല്ലേ രക്ഷോട്ടിരിക്കുക ഞാൻ. പിഷാരടി പറഞ്ഞ കാര്യം മനസ്സിലായോ? ഭാഗ്യം ഞാൻ പേസ്റ്റിനെ പറ്റി പറഞ്ഞത്. ഇനി ഞാൻ സോപ്പിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? സോപ്പ് എന്ന് പറഞ്ഞ ദേഹം തേച്ച് കുളിക്കുന്ന സാധനമാണ്. അതിനെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ എന്നാണ് പിഷാരടി ചോദിക്കുന്നത്. ആ സമയത്താണ് ശ്വേതാ മേനോൻ കൈകൊട്ടി തുള്ളുന്നത്. എന്ത് സംഭവിച്ചേനെ? സി, ഇതും ഒരു ഡബിൾ മീനിങ് സാധനമാണ്. ഡബിൾ മീനിങ് മനസ്സിലാവുന്നില്ല, ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്ന ശ്വേതാ മേനോൻ തന്നെയാണ് ഈ കൈകൊട്ടി ഇങ്ങനെ അവിടെ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്വേതാ മേനോൻ ഈളാക്കുഞ്ഞല്ല, പറയുന്ന കാര്യങ്ങൾ ഡബിൾ മീനിങ് ചിലപ്പം ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ശ്വേതാ മേനോന് മനസ്സിലായിട്ടുണ്ടായിരിക്കത്തില്ല. കാര്യം അവർ ഇത്രയും പ്രഷർ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ പിഷാരടി പറഞ്ഞ ആ ഒരു സാധനം മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് മനസ്സിലാവത്തേ ഇല്ല ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഒന്നല്ല, പല സ്ഥലങ്ങളിലായിട്ട് ശ്വേതാ മേനോനും പിഷാരടിയും ഈ തരത്തിലുള്ള, ഇത് പബ്ലിക് ഷോ ആണ്, ജനങ്ങളുടെ മുന്നിൽ TV ഇട്ട് വീട്ടിലിരുന്ന് കാണുന്ന ഷോ ആണ്. ആ ഷോയിലാണ് വന്നിരുന്നിട്ട് ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത്. അപ്പൊ പിന്നെ ഒരു ഫോണിനകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതിനകത്ത് എന്ത് തെറ്റാണ് കാണാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനകത്ത് ഒരു തെറ്റും കാണാൻ പറ്റുന്നില്ല. ഇത് വേറെ ഒരു പെണ്ണിന്റെ അടുത്താണ് പിഷാരടി പോയിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കുന്നതെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയാം. ഇത് രണ്ടുപേരും അത്രയും അടുപ്പത്തോടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതിനകത്ത് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ശ്വേതാ മേനോൻ പറയണം പിഷാരടി ആ പറഞ്ഞത് മോശമാണ് എന്ന് ആ മൊമെന്റിൽ പറയണം. ശ്വേതാ മേനോൻ അങ്ങനെയും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ശ്വേതാ മേനോൻ അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഹസ്ബൻഡ് പോവട്ടെ, അന്നേരം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറയുമ്പോൾ ശ്വേതാ മേനോൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാധനം ഇതിനെ വേറെ രീതിയിലാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റാണ്. പഴയ MLA എല്ലാ വികസന പ്രവർത്തനങ്ങളും തുടരുമെന്ന് പറഞ്ഞിരുന്നു, അത് പാലിച്ചുകൊണ്ട് രമേശ് പിഷാരടി മാതൃകയായി. മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു പിക്ക്, ഇമേജ് ആണെന്ന് തോന്നുന്നു, രണ്ടുപേരുടെ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് നിൽക്കുന്നത്. ഈ രീതിയിലാണ് സാധനം അടിച്ചുവിടുന്നത്. മാങ്കൂട്ടം ചെയ്തത് എന്താണ്, പിഷാരടി ചെയ്തത് എന്താണ്? പക്ഷെ അതിനേക്കാളും വലിയ അപരാധമായിട്ടാണ് പലരും ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഈ ഡബിൾ മീനിങ് അറിയില്ല എന്ന് പറയുന്ന ശ്വേതാ മേനോൻ ഇതേ ഷോയിൽ തന്നെ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഞാനൊന്ന് കേൾപ്പിക്കാം. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതൊന്ന് കേൾപ്പിക്കാവേ. അയ്യോ, ഒരു പാഠം വിട്ടുപോയി. എന്താ? കിന്നാരത്തുമ്പികൾ. പിന്നെ ഒന്നുകൂടി കാമസൂത്ര. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? അത് ഇംഗ്ലീഷ് മൂവിയാടാ. ഏതാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഞാൻ മൂവി ആയിട്ട് കാണാറില്ല. സി, ഇതിനെ എന്ത് ജോക്കായിട്ടാണ് പറയേണ്ടത്? ഇംഗ്ലീഷ് ഞാൻ മൂവി ആയിട്ട് കാണാറില്ല. ശ്വേതാ മേനോന്റെ ഫേസ് പോയ പോക്ക് കണ്ടോ നിങ്ങൾ? ആ ചിരിക്കുന്ന കണ്ടോ? ഞാൻ അതിന്റെ ട്രെയിലർ മാത്രമേ കാണുള്ളൂ. മൂവി കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് കാണുന്നില്ല. ഈ ശ്വേതാ മേനോൻ വന്നിരുന്ന് പറയുന്നത് ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ലത്. പുള്ളിക്കാരത്തിക്ക് എല്ലാം മനസ്സിലാവും, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓ, നിങ്ങൾ കുറെ കാവച്ചുള്ള കളങ്കമുള്ള മനസ്സുള്ള ആൾക്കാരാണ്, അതാണ് പ്രശ്നം. എനിക്ക് അത്ര കളങ്കമില്ലല്ലോ. ഡർട്ടി ബോയ്. ഇല്ല, ഞങ്ങളുടെ വാട്സപ്പിൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വേറെ ഒന്നുമില്ല, സാംസ്കാരിക ചിന്തകൾ മാത്രമേ അതിൽ വരാറുള്ളൂ. ഇതെല്ലാം ഡബിൾ മീനിങ് ആയിട്ടുള്ള ലൈംഗികത കലർന്ന ജോക്കുകളാണ്. ഇതിനാണ് കൈകൊട്ടി ശ്വേതാ മേനോൻ ഇരുന്ന് അട്ടഹസിച്ച് ചിരിക്കുന്നത്. ഇതൊരു പബ്ലിക് ഷോയിൽ ഇവർ വന്ന് ഇങ്ങനെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെങ്കിൽ ഒരു പേഴ്സണൽ കോളിനിടയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞ്? ഇതിനേക്കാളും വലിയ ജോക്കായിരിക്കും പേഴ്സണൽ കോളിനകത്ത് ചിലപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആ ഷോയിൽ കണ്ട ശ്വേതാ മേനോൻ വൈബ് പിടിച്ചിരിക്കുകയാണ്. ആ ഒരു വൈബ് മൂഡിലാണ് പിഷാരടി അങ്ങനെ ഒരു ജോക്ക് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഇതേ റിയാക്ഷൻ, ഇതിന്റെ അപ്പുറം റിയാക്ഷൻ ശ്വേതാ മേനോൻ ഇട്ടേനെ. പക്ഷെ ആ സമയത്ത് ഇവര് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒടുവിൽ എനിക്ക് തോന്നുന്നു ശ്വേതാ മേനോന്റെ ആ ഒരു മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ പുള്ളിക്കാരൻ ഈ ഒരു രീതിയിൽ ഈ ചളി അടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് ഇങ്ങനെ ആയിപ്പോയി. ഇത് പുറത്ത് വിട്ട സമയത്ത് ശ്വേതാ മേനോനും വിചാരിച്ചിട്ട് കാണത്തില്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, ശ്വേതാ മേനോൻ ഈ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടത് തന്നെ തെറ്റാണ്. അത് ഭയങ്കര വലിയ മോശം പരിപാടിയാണ്. അതും ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു MLA സ്ഥാനം വഹിക്കുന്ന അയാളുടെ ഇമേജിന് കോട്ടം തട്ടുമോ ഇല്ലയോ ഒന്നും ചിന്തിക്കാതാണ് ശ്വേതാ മേനോൻ ഇത് പുറത്തുവിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു
അത് ഇവർ ചിന്തിച്ച് കാണത്തില്ല. അത് ഇവർ ചിന്തിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത് പുറത്തുവിട്ടതിന് ശേഷമായിരിക്കും അയ്യോ ഇത് ഇങ്ങനെ ഒരു ആംഗിൾ ഇത് പോയല്ലോ എന്നായിരിക്കും ശ്വേതാമേനോൻ ചിലപ്പോൾ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതാപനം, ഓസോൺ പാളിയിലെ തുള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഓസോൺ പാളിയിലെ തുളയെന്നൊക്കെ പറയുമ്പോ തുള എന്ന് കേട്ടപ്പോ തന്നെ ശ്വേതാമേനോന്റെ വാ തുറന്ന് ചിരിക്കുന്ന ചിരി, തുളയ്ക്കകത്ത് വരെ ഡബിൾ മീനിങ്. ഭയങ്കര സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ. അമേരിക്കൻ ടൈമാ. ഓ, രാത്രി 9 മണി കഴിയുമ്പോഴേ ഗ്രൂപ്പ് ഉണരുള്ളൂ. വാട്സപ്പിൽ തുണ്ട് ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. അത് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ളത് ശ്വേതാമേനോനാണ്. ശ്വേതാമേനോൻ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു വോയിസ് പുറത്തു വിട്ടത് എന്ന് ശ്വേതാമേനോൻ തന്നെ വന്ന് പറയണം. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും ചെയ്തത് മോശമായിട്ടുള്ള പരിപാടിയാണ്. ഇവരുടെ ഈ ഒരു ബന്ധത്തെ പറ്റിയും ഈ അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും ബീന ആന്റണി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അത് വളരെ വ്യക്തമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പത്തെ പറ്റി വ്യക്തമായി ബീന ആന്റണി പറയുന്നുണ്ട്. ആ വീഡിയോ ഞാനൊന്ന് വെക്കാൻ ഏതാണ്ട് 5 മിനിറ്റ് കണ്ടുണ്ട്, നിങ്ങളൊന്ന് കാണും. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് തിരക്കുകളും കാരണങ്ങളായതുകൊണ്ട് ഇപ്പൊ ഇത്ര നീണ്ടുപോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയില് ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ എല്ലാവരും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും അമ്മയിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പബ്ലിക്കിനും ചോദിക്കാം. പക്ഷെ അമ്മ എന്നൊരു സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത്, ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പൊ അതിലൊരു അതിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതൊരു പറയാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒത്തൊരുമയില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാനസികമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമത്തിലാണ്. അപ്പൊ അത് ഈ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഉണ്ടായ ഇഷ്യൂസ് ഒക്കെ അല്ലേ, ഞാനിനി അതൊന്നും തിരിച്ചും പറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു ക്ലാരിറ്റി പറയുകയാണെ, എന്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഇതിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. അപ്പൊ അന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ ഞാനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്വേതയടക്കമുള്ള ശ്വേതയുടെ ഇതിൽ വന്ന ആ ഒരു ഭരണസമിതിക്ക് ഒരുപാട് പിഴവുകൾ ആദ്യം സംഭവിച്ചു. അത് എപ്പോഴും എന്നും ഞാൻ പറയുന്ന കാര്യമാണ്. അവർക്ക് തമ്മിലുള്ള അവരുടെ സ്പ്ലിറ്റ് ആയിട്ട് അവർ പല പല ചേരിയായിട്ട് തിരിഞ്ഞു. ഓരോരുത്തർക്കും ഈഗോ പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. പക്ഷെ അന്ന് അവരുടെ അന്നത്തെ ജനറൽ ബോഡിയിൽ അവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴൊക്കെ എന്തോ ഒരു ഇത് എനിക്ക് മനസ്സിലായി. അതിന് മുന്നേ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ ഞാനതിൽ ഒപ്പിട്ട ആളാണ്, ഇവര് നിൽക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു 45 days കൊടുക്കാമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാക്ക് തർക്കങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ തീരുമാനത്തിൽ ഇവര് രാജിവെക്കുകയാണ്. ഈ 17 അംഗങ്ങളുള്ള ആ ഒരു സമിതി രാജിവെച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുന്നു. ശ്വേത പറയുന്നു ശ്വേത പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നു. അമ്മയിൽ നിന്ന് പോകരുതെന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു. ശ്വേത ആ ഒരു തീരുമാനം ഇപ്പൊ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേട്ടില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടം പറഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോ ഈ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ശ്വേതയും പിഷാരടിയും തമ്മിലുള്ള, പിഷാരടി ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ ഏറ്റവും നല്ല ജനപിന്തുണയോടെ ഒരു MLA ആയിട്ട് വന്ന ആളാണ് പിഷാരടി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അഭിമാനമുണ്ട് പിഷാരടിയുടെ കാര്യത്തിൽ. ആ പിഷാരടി നമ്മുടെ ഈ അമ്മയുടെ ക്രൈസിസിൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളാണ്. ആ ആള് ശ്വേതയോട് ഏറ്റവും അടുപ്പമുള്ള 2 സുഹൃത്തുക്കളാണ് അവർ തമ്മിലുള്ള സംസാരം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് പിഷാരടിയെ പോലെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ വേദനിപ്പിച്ചതിലും ഇതുപോലെ മോശമാക്കിയതിലും ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്താണ്. അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ഞാൻ പറയണം. ഒരിക്കലും വളരെ വലിയ വിശ്വാസവഞ്ചനയാണ് ശ്വേതയെ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അവർ തമ്മിൽ എത്രയോ ആത്മബന്ധമുള്ള ആൾക്കാരാണ്. പിഷാരടി ജയിച്ചപ്പോ പിഷാരടി ഉമ്മ വയ്ക്കുന്ന ഒരു ഇതാണ് പുറത്തുവിട്ട് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചത്. അത്രയും അവർ ആത്മബന്ധമുള്ള ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു ഇതെടുത്ത് പുറത്തിട്ടപ്പോ ശ്വേത ഒരു കാര്യം ആലോചിക്കണ്ടേ, ആ മനുഷ്യനെ അത് എത്രമാത്രം ബാധിക്കും. ഇത്രയും ഒരു പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എന്തുമാത്രം മോശം രീതിയിലാണ് ഇപ്പോൾ മറ്റുള്ള പാർട്ടിയിലുള്ളവരും ആൾക്കാരും പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പിഷാരടിയെ ആക്കാൻ പാടില്ലായിരുന്നു ശ്വേത. ഞാൻ അതിൽ ശക്തമായിട്ട് ശ്വേതയോട് പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം
ഈ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ വന്നിട്ട് ശ്വേത പറയുന്നു ഞാൻ രാജിവെച്ചിട്ടില്ല, ഞങ്ങളുടെ ഭരണഘടന ഇനിയും ഭരണസമിതി ഇനിയും തുടരൂ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല ശ്വേത. അന്ന് അതിൽ ഇനി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പിന്നെയും പോവുമല്ലേ ശ്വേത? ഇപ്പൊ ഈ ചെയ്തത് പിന്നെ നമ്മൾ നിങ്ങളുടെ ഭരണസമിതി ഇരിക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ പുറത്തു പോയതിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നേ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ പരാജയം സംഭവിച്ചത്. നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത് ഇപ്പൊ ശ്വേത തന്നെയല്ലേ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അതിനെന്ത് ന്യായമാണ് ശ്വേതയ്ക്ക് പറയാനുള്ളത്? അപ്പൊ എനിക്ക് വളരെ അതിനുള്ള ഒരു എതിർപ്പ് ഞാൻ എന്റെ പേഴ്സണൽ എതിർപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ ചെയ്തതിനോട് എനിക്ക് ഒരിക്കലും ശ്വേതയോട് യോജിക്കാൻ കഴിയില്ല. പിഷാരടിയോട് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. പിന്നെ ഈ ഒരു സംഭവത്തിലും എന്തായാലും എല്ലാവരും വളരെയധികം വേദനയോടെ നോക്കിക്കാണുന്നു. ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അമ്മ എന്ന സംഘടനയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനും ശക്തമായിട്ടുള്ള നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും ഒക്കെ മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ് ആണ്. നമ്മളുടെ അമ്മയെ രക്ഷിക്കാൻ നിങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ടാവണം. താങ്ക് യു. കേട്ടല്ലോ, ഇത്രയും കേട്ടിട്ട് നിങ്ങൾ പറ, ഇതിനകത്ത് എന്ത് തെറ്റാണുള്ളത്? ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കണം. അന്നേരം അതിനകത്ത് നിങ്ങൾക്ക് എന്ത് തെറ്റാണ് കാണാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ പറയണം. പിഷാരടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ശ്വേതാ മേനോനും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. അവിടെ ശ്വേതാ മേനോനും ചിരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു തെറ്റൂടെ ശ്വേതാ മേനോൻ ചെയ്തിട്ടുണ്ട്, വിശ്വാസവഞ്ചന. ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തു വിട്ടു. പിഷാരടിയുടെ 1-2 റെസ്പോൺസ് വന്നിട്ടുണ്ട്. പുള്ളി എനിക്കൊന്ന് കംപ്ലീറ്റ്ലി തകർന്ന്. ഒരു വീഡിയോ വെക്കാം. വിശ്വാസവഞ്ചന തന്നെയാണ്, ഉറപ്പായിട്ടും അത് വിശ്വാസവഞ്ചന തന്നെയാണ്. മറ്റൊരു വീഡിയോ കൂടെ വെക്കാം. മറ്റേ ഓഡിയോ ഓഡിയോയെ പറ്റി ചോദിക്കുന്ന സമയത്ത് പിഷാരടി പറയാണ് ചതിച്ചതല്ല എന്താണ്. കേട്ടല്ലോ, ചതിച്ചതല്ല എന്താണ്. ഇന്നും മാധ്യമങ്ങൾ പിഷാരടിയെ കണ്ട സമയത്ത് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിഷാരടി പറയുന്ന കാര്യങ്ങളോടൊന്ന് കേൾക്കാം. ഒന്നും പറയാനില്ല. വിശ്വാസവഞ്ചന ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറയുന്നില്ല അതിനെ പറ്റിയൊക്കെ. ഒന്നും പറയാനില്ല. പറഞ്ഞല്ലോ മോനെ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. എല്ലാരും കൂടെ പറഞ്ഞു നിന്നു, പറഞ്ഞു. ഞാൻ സ്വമേധയാ മാറുന്നു. എനിക്ക് വേറെ തിരക്കുകളുണ്ട്, അതുകൊണ്ട് വിട്ടു. കേട്ടോ, ഇല്ല, അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. വന്നായിരുന്നില്ല. കേട്ടോ, പുള്ളി കംപ്ലീറ്റ്ലി തകർന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു രീതിയിൽ ഒരു കാര്യം ആളുകൾ ഊതിപ്പെരിപ്പിച്ച് വേറെ രീതിയിൽ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ആർക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു സാധനം രാഷ്ട്രീയക്കാരാണ്. ഇത്രയും നാൾ അമ്മ എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിഷാരടിയുടെ ഈ ഒരു വോയിസ് പുറത്തു വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അതങ്ങ് രാഷ്ട്രീയമയമാക്കി മാറ്റി. കാര്യം ചേർത്ത് പറയാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ, അതിന്റെ പിൻഗാമി എന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി. നല്ല രീതിയിലാണ്. ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പോസ്റ്റാണ് പിഷാരടി കോഴി എന്നുള്ള തരത്തിലുള്ള പോസ്റ്റാണ്. പിഷാരടിയെ പറ്റി വേറെ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ രീതിയിൽ സംസാരിച്ചെന്നോ പിഷാരടിക്കെതിരെ ഒരു അലിഗേഷൻ ഇതുവരെ വന്നതായിട്ടോ എൻ്റെ അറിവിലില്ല, ഞാൻ കേട്ടിട്ടുമില്ല. ഇനി അങ്ങനെ വരുമെങ്കിലേ ഉള്ളൂ. നിലവിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. ഈ ഒരു ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ പുള്ളി ഇത്രയും ക്രൂശിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മറുനാടൻ മലയാളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പുള്ളി പിഷാരടിയെ വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ പറ്റി. അന്നേരം പിഷാരടി പറഞ്ഞ കാര്യങ്ങൾ മറുനാടൻ സംസാരിക്കുന്നുണ്ട്, അതുകൂടെ വെക്കാം. ഇന്നലെ ഞാൻ പിഷുവിനെ വിളിച്ചു. എന്തു സംഭവിച്ചു എന്നറിയാൻ വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് പിഷു സംസാരിച്ചത്. പറ്റാനുള്ളത് പറ്റി. ഇതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സംഭവിച്ചത് മാറ്റി സംഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പിഷാരടി വേദനയോടെ പറഞ്ഞത്. അത് സംഭവിച്ചതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നും പിഷാരടി ഒരുങ്ങിയില്ല. പക്ഷെ പിഷാരടിയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. അത്രയേറെ ആശങ്ക ആ മനുഷ്യന്റെ ഇടറുന്ന ശബ്ദത്തിലുണ്ട്. ഇന്നവരെ പിഷാരടി തമാശ കലരാതെ ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിഷാരടിയുടെ ബ്രാൻഡാണ് പലപ്പോഴും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക എന്നത്. ആ പിഷാരടിയെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറയാൻ ആർക്കുമില്ലാതിരിക്കവേ ചിരകാലം ഇനി പിഷാരടിയെ വേട്ടയാടാൻ ഒരു ക്യാപ്സ്യൂൾ ഒരുക്കി കൊടുത്തതിന്റെ വേദനയും ഖിന്നതയും പിഷാരടിക്കുണ്ട്. പുള്ളി ഇതിനകത്ത് ഒന്നും പ്രതികരിക്കാൻ നിന്നിട്ടില്ല. ശ്വേതാമേനോന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണം ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ശ്വേതാമേനോൻ ചെയ്തത് തെറ്റാണ് എന്ന് ശ്വേതാമേനോൻ തോന്നുന്നുണ്ടെങ്കിൽ ശ്വേതാമേനോൻ വന്ന് പറയണം. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭാഷണം മാത്രമായിരുന്നു, അത് വേറെ രീതിയിൽ എടുക്കരുതെന്ന്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ശ്വേതാമേനോൻ
അറിഞ്ഞ് സുഹൃത്തിന് പണി കൊടുത്തത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ കരുതാം. ആ വോയിസ് എടുത്ത് പുറത്തിട്ട സമയത്ത് തന്നെ അത് തന്നെ വലിയ പണിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇതുകൂടെ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് സംതൃപ്തിയായി. അമ്മയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ചെന്ന പിഷാരടിക്ക് അതിനേക്കാളും വലിയ നാറിയ ഒരു പട്ടം കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പറയാനുള്ള എൻ്റെ ഒപ്പീനിയൻ. ഇതാണ് ഞാൻ വൺസ് അഗൈൻ പറയുന്നു, ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇത് ഒരാളുടെ PR വർക്കോ ആരെയും വെളുപ്പിക്കാനോ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ മാന്യമായി താഴെ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളവരുണ്ടായിരിക്കും, വിയോജിപ്പുള്ളവരുണ്ടായിരിക്കും. എൻ്റെ ഓഡിയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇതിന് പുറത്തുനിന്ന് വന്നിട്ട് ഇതിൻ്റെ അടി വന്നിട്ട് ക്യാപ്സ്യൂൾ കമൻറ്റ് ഇടാൻ വരുന്നവരുടെ കാര്യമെല്ലാം പറഞ്ഞത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. വേറെ വീട്ടിൽ അപ്പോൾ ശരി.